ഈ ക്രൈസ്തവന്റെ ദൈവം പ്രത്യേക ദൈവമാണ്. അപ്പോൾ നമുക്ക് ഒരു ദൈവമുള്ളൂ, പക്ഷെ അത് 3 പേരാണ്. 3 പേര് ഒന്നിക്കുന്നത് ഒരു ദൈവമാണ്. ഇപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി ഇപ്പൊ നമ്മള് ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു ശരീരമുണ്ട്, നമ്മുടെ മനസ്സുണ്ട്, ഒരു ആത്മാവുണ്ട്. പക്ഷെ ഇത് ഒരാൾ ഒന്ന് മാത്രമേ നമ്മളാവില്ല, 3 ഒരുമിക്കുമ്പോഴാണ് നമ്മളൊന്ന് വ്യക്തി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ചെറുപ്പത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവുള്ളത് പോലെ ഇടയിൽ തന്നെ ഒന്നിക്കുമ്പോഴാണ് ദൈവം എന്നൊരു ക്രൈസ്തവ വിശ്വാസമാണ് പഠിക്കുന്നത്. അത് വിശ്വസിക്കാൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മള് കുറിച്ച് ബൈബിൾ ആരംഭിക്കുന്നത് തീർത്തും ഒരു ഇപ്പൊ പിതാവിന്റെ പ്രവൃത്തിയാണെങ്കിൽ പോലും അതിന് പുത്രനും പരിശുദ്ധാത്മാവ് സൈനികനാണെന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് പിതാവിന്റെ പ്രവൃത്തി സൃഷ്ടിയെടുത്തോക്കെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നോക്കുകയാണെങ്കിൽ അത് സൃഷ്ടിയിലെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നതാണ്. ഈ പുത്രന്റെ പ്രവൃത്തി നോക്കുന്ന ജ്ഞാനസ്നാനം ജോർദാൻ വെച്ച് ഈശോ നമുക്ക് സ്വീകരിച്ചു. അത് പുത്രനാണ് അവർ സ്വീകരിക്കുന്നത്. പക്ഷെ അതിൽ പിതാവ് പരിശുദ്ധാത്മാവ് എന്നതാണ്. സ്വർഗം തുറക്കപ്പെട്ടു. പിതാവ് പറഞ്ഞു, ഇവരുടെ ദൈവപുത്രൻ ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ അതിന് പിതാവുണ്ട് പ്രത്യേക ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇവരുടെ ഉണ്ടായിട്ടാണ് പിതാവ് പരിശുദ്ധാത്മാവ് എങ്ങനെ ഒന്നായിരിക്കുന്നു അതുപോലെ നമുക്ക് ഒന്നായി നമുക്ക് ജീവിക്കാൻ പരിശ്രമിക്കാം. ദൈവം അവൻ വിളിച്ചു പറഞ്ഞു,